ഇവിടെ ഇരുത്തുകയില്ല, യാത്രയൊക്കെ തന്നിട്ട് പിന്നെ ഞാൻ എങ്ങും ഇല്ലാതെ കഴിയണമല്ലോ എന്നോർത്ത്. എന്റെ ഇവിടുത്തെ ഈ പ്രാവശ്യത്തെ വരവ് നിങ്ങൾക്കൊരു പുതിയ ഒരു അനുഭവമായിരിക്കും. മറ്റു പിതാക്കന്മാരെ കൊണ്ടുവന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് നല്ലതായിരിക്കാം, മോശമായിരിക്കാം. നമ്മുടെ പൗലോസ് മാർ ഫീലക്സിനോസ് തിരുമേനിയെ കുറിച്ച് നമുക്കറിയാമല്ലോ പലർക്കും. തിരുമേനി ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തപ്പോൾ പറഞ്ഞ ഒരു പ്രസംഗമാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ തീരെ ആരോഗ്യമുള്ള ആളല്ലായിരുന്നു. കൊച്ചിലെ തന്നെ പല രോഗങ്ങൾ, ആസ്മയൊക്കെ പെട്ട് അദ്ദേഹം ഇങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ഒരു കൊച്ചു ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊച്ചന് വൈദികനാകാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ തിരുമേനി അവിടെ വന്നു. ഇങ്ങനെ പൊതുയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൊതുയോഗത്തിനിടയില് തിരുമേനിക്ക് കിട്ടിയ ഇതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, അയ്യൻകുളങ്ങര ഇന്നാരുടെയും മകൻ പൗലോസ് എന്ന യുവാവ് വൈദികനാകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് എതിരുണ്ടോ? സാധാരണ കുഴപ്പമൊന്നുമില്ല, പ്രോത്സാഹിപ്പിക്കുന്നു എന്നാ പറയേണ്ടത്. ആരും മിണ്ടാതിരുന്നപ്പോൾ ഒരു കാരണവർ എഴുന്നേറ്റ് പറഞ്ഞു, തിരുമേനി എനിക്കൊരു എതിരുണ്ട്. എന്താ? ഈ കൊച്ചിന് തീരെ ആരോഗ്യമില്ല, എത്ര നാള് ജീവിച്ചിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അല്പം ചിന്തിച്ചിട്ട് ബുദ്ധിമാനായ തിരുമേനി പറഞ്ഞു, ഇയാള് തിരുമേനിമാരുടെ കബറടക്കം കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ ഇന്നാരുടെയും ഒക്കെ കണ്ടിട്ടുണ്ട്. പട്ടക്കാരുടെ കബറടക്കം കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് എത്രയോ പേരുടെ കണ്ടിരിക്കുന്നു. ഷമ്മാശന്മാരുടെ കബറടക്കം കണ്ടിട്ടുണ്ടോ? ഷമ്മാശന്മാർ ചെറുപ്പത്തിൽ സാറിന് മരിക്കുകയല്ലോ, അതുകൊണ്ട് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് നല്ലൊരു അവസരമാണ് ഇപ്പൊ അതിന്. പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാനായിട്ടും നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ചില സംഗതികള് ചിലപ്പോ ഞാൻ വഴിയായിട്ട് ഇവിടെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ആദ്യമായിട്ട് നിങ്ങളുടെ നന്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ തന്ന ചെക്കിനും അതിനും ഇതിനും സ്നേഹത്തിനും എല്ലാം വളരെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരാഴ്ചയായിട്ട്. അതിന് നന്ദി പറയുന്നു. നിങ്ങളുടെ ഔദാര്യത്തെ പോലെ തന്നെ ഇതൊരു നല്ല ട്രെയിനിങ് കൂടെ മറ്റുള്ളവർക്കൂടെ. കാരണം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ എങ്ങും ഒരു മലങ്കര കമ്മ്യൂണിറ്റിയും നിങ്ങളെ പോലെ ആ നന്മയും ഈ കോൺട്രിബ്യൂഷനും ഒക്കെ കൊടുക്കാനുള്ള മനസ്സുള്ളവര് ഇല്ല എന്ന് മുഖസ്തുതി അല്ല പറയുന്നത്, ഉള്ള കാര്യവുമാണ്. അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് കൂടെ അതൊരു ഇങ്ങനെയൊക്കെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അത് പറഞ്ഞ് നിർത്തി. ഇനി അടുത്തത് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു, ഞാൻ ഒത്തിരി സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ഈ ബത്തേരിയിൽ വെച്ച് എനിക്ക് 3 സോഷ്യൽ വർക്ക് ഉണ്ടായിരുന്നു. ഒന്ന് രൂപതയുടെ ഔദ്യോഗികമായിട്ടുള്ളത് ശ്രേയസ് വഴി. 2 ആരെങ്കിലും അവിടെ വരികയാണെന്ന് വരികിൽ അവരെ സഹായിക്കാനായിട്ട് പ്രൊക്രേറ്റർ അച്ഛൻ വഴി വേറൊരു സോഷ്യൽ വർക്ക്. ഇത് രണ്ടിന്റെയും പുറമെ മൂന്നാമത് എന്റെ അടുത്ത് നേരിട്ട് വരുന്നവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചൊക്കെ കൊടുക്കുമായിരുന്നു ഏതെങ്കിലും വിധത്തില്. അപ്പൊ അതുകൊണ്ട് പ്രോഫിറ്റ് ചെയ്തിട്ടുള്ളത് കൂടുതലും മലങ്കരക്കാര് ഉണ്ടെന്ന് വരികിലും മറ്റ് സഹോദരന്മാരാണ്, ഹൈന്ദവരും മുസ്ലിങ്ങളും. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പോരുന്ന അവസരത്തില് കൂടുതൽ കരഞ്ഞത് ഈ ഹൈന്ദവരും മുസ്ലിങ്ങളുമാണ്. പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ. അവരെ ഓർഗനൈസ് ചെയ്യാനോ അവരെ ഒന്ന് കേൾക്കാനോ ഒന്നും ആരുമില്ലാതിരിക്കുമ്പോൾ അവർ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടെ അവിടെ എൻ്റെ അടുത്ത് വരുമായിരുന്നു. പലപ്പോഴും മലങ്കരക്കാര് അത് മുറുമുറുത്തിട്ടുമുണ്ട് അതിനെ ചൊല്ലി. ഞങ്ങൾക്ക് കിട്ടേണ്ട സമയവും ആനുകൂല്യം എന്തിനാ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ഒരു വ്യത്യാസം കാണാൻ സാധിച്ചിട്ടില്ല. ദൈവം തന്ന ഒരു നല്ല ഗുണമായിട്ട് കരുതുന്നു. ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇന്നിപ്പോ തിരിച്ചു പോവുകയാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ പറയണമെന്നുള്ളു. കുറെയൊക്കെ പറഞ്ഞതാണ്. ഇനി അത് പറഞ്ഞാൽ ബോറടിക്കും. അത് തന്നെയല്ല, എനിക്ക് ക്ഷീണവും വരുന്നു. അപ്പൊ ഈ പ്രാവശ്യം അച്ഛനൊരു അത്ഭുതത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആ അത്ഭുതം എന്ന് പറഞ്ഞു, ഞാനൊരു അവശ്യ കലാകാരനാണ്. ഈ മേജർ സെമിനാരിലൊക്കെ പഠിക്കുന്ന കാലത്ത്, മൈനർ സെമിനാരിലെ തുടങ്ങിയതാണ്. ഈ എല്ലാ കലകളോടും കുറേശ്ശെ ഇതുണ്ട്, താല്പര്യമുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ മലയാളം പോലും പഠിച്ച ആളല്ല. അതിനിടയിൽ പലപ്പോഴും ഒക്കെ കമ്പോസ് ചെയ്യാനും കവിത ഉണ്ടാക്കാനും ഒക്കെ നോക്കിയിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള പോരായികയുണ്ട്.
കുറച്ചൊക്കെ വയലിൻ വായിക്കും. ഞാനിതൊരു വയലിനെടുത്ത് വെച്ചതാണ്. ഇപ്പൊ അത് ട്യൂൺ ചെയ്യാനൊക്കെ ഉള്ള നേരമില്ലാത്തത് കൊണ്ട് അതവിടെ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അത് കാണണമെങ്കിൽ ഇനി യൂട്യൂബിൽ ഒന്ന് നോക്കി എന്റെ പേര് കുത്തിയാൽ അതുണ്ടെന്ന് ആരോ ഇന്നലെ പറയുന്നത്. ഇവിടെ KMR-ന്റെ എന്നതാ അതിന്റെ പേരെന്നാ പറയുന്നത്, .net എന്നൊന്നും പറഞ്ഞ് എനിക്ക് മനസ്സിലാകുകയില്ല. ആ പേര് എങ്ങനെ പറയാൻ പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിതൊന്നും കാണുകയില്ലെന്നുള്ളത് ഇപ്പോഴേ നേരത്തെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കാരണം എന്റെ തന്നെ കോൺസെൻട്രേഷൻ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ എന്റെ അമ്മച്ചിയുടെ ശവസംസ്കാരം 1.5 വർഷം മുമ്പാണ്. ഞാൻ കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട ആരെങ്കിലും ഫോട്ടോ എടുത്തുകൊണ്ട് കൊണ്ട് കാണിച്ചാൽ ഞാൻ പറയും കൊള്ളാം, നന്നായിരിക്കുന്നു എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ് ഇന്നെ കാണാൻ വരുന്ന കാര്യം പല പ്രാവശ്യം ഇതും വിളിച്ചു എന്നതാ അതിനകത്ത് തിരിച്ചു വിളിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചുമില്ല. പിതാവ് കൂടി സ്ഥലത്തില്ലായിരിക്കുമെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു, ഞാനുള്ള സമയത്ത് മൊബൈലിൽ വിളിച്ചാൽ ഞാനത് ഞെക്കി എടുക്കാനും മാത്രം എനിക്കറിയാം. അതുപോലെ ഞാൻ ആർക്കെങ്കിലും ഒന്ന് വിളിക്കണമെന്ന് തോന്നിയാൽ അന്നേരം വിളിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ പിന്നെ എടുക്കാനും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പിതാവ് പിണങ്ങിയാന്ന് ആരും ഓർക്കരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത്തെ എന്റെ ഒരു ബലഹീനത കൂടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യത്തെ ഓർമ്മക്കുറവിന്റെ കൂടെ അങ്ങനെ ഇരിക്കുന്നു. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മുടെ ഈ കലകളെ കുറിച്ചൊന്നും എടുക്കണമെന്നൊന്നും ഓർത്തതല്ല. പണ്ടൊരിക്കൽ കാനഡയിൽ പോയപ്പോ ഒരു 8-10 വർഷം മുമ്പ് എന്റെ ഇളയ പെങ്ങളുണ്ട് അവിടെ ചെന്നപ്പോ അവിടുത്തെ കുറെ ആളുകളൊക്കെ ഇച്ചിരി കലാബോധമുള്ളവരൊക്കെ അവരവിടെ വന്ന് എങ്ങനെയോ എന്നെ പിടികൂടി. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഒരു 2-3 മണിക്കൂർ അങ്ങിരുന്നു അവിടെ. അതുപോലെ സ്വിറ്റ്സർലൻഡിലെ ഒരു മലയാളി ഫാമിലി ഉണ്ട്, നല്ല മ്യൂസിക്കൽ സെൻസ് ഉള്ളത്. അവിടെ ചെന്നിരുന്നപ്പോൾ ഞാൻ ചുമ്മാതെ പറഞ്ഞു ഇങ്ങനെ ഏതാണ്ടൊക്കെ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അന്ന് ഒന്ന് കാണണം കേൾക്കണമെന്നും പറഞ്ഞിരുന്നു. ഒറ്റ ഇരിപ്പിൽ ഞങ്ങൾ 2-3 മണിക്കൂർ അവിടെ അങ്ങ് ഇരുന്നു. കുഴപ്പമില്ല, 10:30 എന്നാ മതി എന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അതെന്തിനാ ഞാൻ ഈ മ്യൂസിക്കിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു. ഒരു എനർജി കിട്ടണം. പൊതുവെ ഈ അസുഖക്കാർക്കൊക്കെ ഹൈ ഡയബറ്റിക്സ് ആണല്ലോ, അപ്പോൾ ഒരു കുറച്ച് എനർജി ഒക്കെ പോസിറ്റീവായിട്ട് കിട്ടുമ്പോൾ സന്തോഷമായിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ജോൺസനെ കാണാനിടയായി. ജോൺസൺ നല്ല കലാകാരനാണ്, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ. വലിയ ഗിറ്റാറിസ്റ്റാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോഴ് അവിടെ ഇരുന്നവർ പറഞ്ഞു നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒന്ന് നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ഞാൻ ചെയ്യാമെന്ന് ഓർത്തു. അപ്പൊ ഞാനിന്ന് ചെയ്യാൻ വയലിന് വായിക്കുന്നില്ല. ഇന്ന് 4 ഗാനങ്ങൾ പാടാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ചെറുത് ഇതുവരെ പ്രാക്ടീസ് പോലും ചെയ്തിട്ടുമില്ല, ഒന്നും കേട്ടിട്ട് പോലും ഉള്ളതല്ല. അവസാനത്തെ നിങ്ങൾ കേൾക്കണം. എനിക്ക് പറയാനുള്ളത് പലതും അതിനകത്തുണ്ട്. ജോൺസന്റെ കൂടെ പ്രതാപൻ ആരാണ്? തബലിസ്റ്റ്. ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല, കൂടിയിട്ടില്ല. എന്നിട്ട് ഈ പാട്ട് പാടുന്ന അവസരത്തില് എനിക്കൊരു വലിയ സോക്കേടുണ്ട്. ആ സമയത്ത് ആരും എഴുന്നേറ്റ് പോവുകയോ സംസാരിക്കുമായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവിടെ ഇരുന്നോളൂ, അല്ലെ നേരത്തെ പോയിക്കോളാം. അതുപോലെ മൊബൈലൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുകയാണെന്ന് വരുന്നത്.